കൃഷി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കും ഫുഡ് സ്റ്റാർട്ടപ്പുകൾക്കും മാത്രമായി ഇൻക്യുബേഷൻ സൗകര്യം നൽകുന്ന സ്വകാര്യ സംരംഭമാണ് അഗ്രോ പാർക്ക്. ഇതിനോടകം തന്നെ നൂറുകണക്കിന് സംരംഭങ്ങൾ ഇവിടുത്തെ സൗകര്യം ഉപയോഗിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പുതിയൊരു സംരംഭക സംസ്കാരം വളർത്തിയെടുക്കുകയും ഒപ്പം ചെറുകിട സംരംഭകരെ കൈപിടിച്ചുയർത്തുകയുമാണ് അഗ്രോ പാർക്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. 2014 ഈ ലക്ഷ്യത്തോടെ അഗ്രോ പാർക്ക് തുടങ്ങുന്നത്. കാർഷികം, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ സംരംഭങ്ങൾക്കുള്ള ഇൻക്യുബേഷൻ സെന്റർ കൂടിയാണ് അഗ്രോ പാർക്ക്. കേരളത്തിന്റെ കാർഷിക, ഭക്ഷ്യ സംസ്കരണ, ചെറുകിട വ്യവസായ മേഖലയിൽ പുതിയൊരു സംരംഭക സംസ്കാരം പ്രദാനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അഗ്രോ പാർക്കിന് രൂപം കൊടുത്തത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഒരു 96 കാലഘട്ടത്തിൽ ഈ വ്യവസായങ്ങൾ ആരംഭിക്കാനായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഒരു മിഷനറി അവിടെ കിട്ടും, ഒരു നല്ല പാക്കിംഗ് മെറ്റീരിയൽ അവിടെ കിട്ടും, നല്ലൊരു സാങ്കേതിക വിദ്യ അവിടെ കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ് പ്രദാനം ചെയ്ത് നൽകുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് പല സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും ഒരു സംരംഭകനെ യഥാർത്ഥ ഒരു സംരംഭക നിലവാരത്തിലേക്ക് കൈപിടിച്ച് ഉയർന്ന തരത്തിലേക്ക് അവനൊരു അറിവുകൾ പകർന്ന് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും അപര്യാപ്തമാണ്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം പ്രത്യേകിച്ചും മൈക്രോ, സ്മോൾ, മീഡിയം, സ്മോൾ ലെവലിലുള്ള എൻ്റർപ്രണേഴ്സിന്, ഇപ്പോൾ വലിയ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺസൾട്ടൻറ്റുമാരുണ്ടാവും, അവർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചെറുകിടക്കാർക്ക് അവരൊരു സാങ്കേതിക വിദ്യ വേണം, അവരുടെ പ്രോസസ്സിംഗ് ഒന്ന് മാറ്റണം, ഒരു ഷെൽഫ് ലൈഫ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം ഇവിടെ ഇപ്പോഴും നിലവിലില്ല. ഒരു കെമിസ്റ്റിനെ, ഒരു ന്യൂട്രീഷനിസ്റ്റിനെ ഒന്നും സ്വന്തമായി നിലനിർത്തുന്നതിനും അവർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള ഒരു വരുമാനവും ഇത്തരം എൻ്റർപ്രൈസുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് അഗ്രോ പാർക്ക്. സ്വന്തം ആശയത്തെ സബലീകരിക്കാനായി വൻതുക മുതൽ മുടക്കി പരീക്ഷണം നടത്തുന്നതിന് പകരം വിപണിയിൽ അവയ്ക്കുള്ള സാധ്യത മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള അവസരമാണ് അഗ്രോ പാർക്ക് നൽകുന്നത്. സംരംഭക ആശയമായി വരുന്നവർക്ക് ഇവിടുത്തെ പ്രൊഡക്ഷൻ സെന്ററിൽ ട്രയൽ നടത്താനും സ്വന്തം ബ്രാൻഡിൽ തന്നെ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാനും സാധിക്കും. നമ്മൾ സംരംഭകരോട് പറയുന്നത്, നിങ്ങളുടെ ഒരു സംരംഭക ആശയവുമായിട്ട് അഗ്രോ പാർക്കിലേക്ക് വരും. ഇവിടെ നമ്മൾ അതിനൊരു ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മിഷനറികൾ വാങ്ങി, ലൈസൻസുകൾ എടുത്തു, ഇലക്ട്രിസിറ്റി കണക്ഷൻ നേടി, അത്തരത്തിലുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ സംരംഭം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ സംരംഭകൻ വലിയ കടക്കാരനാവും. അപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് കടന്നു വന്ന് നമ്മളുടെ പ്രൊഡക്ഷൻ സെൻറ്ററിലുള്ള യന്ത്രങ്ങളും അതുപോലെ തന്നെ ലൈസൻസും അവിടെയുള്ള തൊഴിലാളികളെയും ഒക്കെ ഉപയോഗിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാം. അത് അവരുടെ സ്വന്തം ബ്രാൻഡിൽ തന്നെ വിപണിയിലെത്തിക്കാം. പിന്നീട് ഇതൊരു സക്സസ് മോഡലാണെന്ന് ഇങ്ങനെ ഒരു 5-6 മാസം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഇതൊരു സക്സസ് മോഡലാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംരംഭകന് ഒരു ഉറച്ച മനസ്സോടെ ഒരു സ്വന്തം മിഷനറികൾ വാങ്ങുന്നതിനും സ്വന്തം സംരംഭം സ്വന്തമായിട്ട് തന്നെ കെട്ടിപ്പടുക്കുന്നതിനും ഒരു അവസരം ഒരുങ്ങും. അപ്പം ഒരു ബാങ്കുകൾക്കാണെങ്കിലും ലോൺ ആണോ അതുപോലെയുള്ള ഫെസിലിറ്റീസോ ഒക്കെ കൊടുക്കുന്നതിന് വളരെ കോൺഫിഡൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇത് പ്രൂവ് ചെയ്തതാണ്. ചെറു സംരംഭകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ടെക്നോളജി ട്രാൻസ്ഫറും വായ്പാ സംവിധാനവും ലൈസൻസുകൾ നേടുന്നതിനും അവർക്ക് വേണ്ട മെന്ററിങ്ങും തുടങ്ങി വ്യവസായം ആരംഭിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനും ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും അഗ്രോ പാർക്കിൽ ലഭ്യമാണ്. 128 സംരംഭങ്ങൾ ഇവിടെ ഇപ്പോൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. കാരണം വരുമ്പോൾ തന്നെ ഇപ്പം നമ്മൾക്ക് എവിടെ നിന്ന് തുടങ്ങണം, അല്ല എന്താണ് ഇൻറ്റൻഷൻ, എവിടെ നിന്ന് തുടങ്ങണം, അതിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ്, ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടിങ് എന്തൊക്കെ വേണം, അതുമുതൽ എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഐറ്റംസ് വിപണിയിലെത്തിക്കാം എന്ന് വരെ ഉള്ള ഫുൾ ഇൻഫർമേഷൻ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഈ അഗ്രോ പാർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ലൈസൻസിന് വേണ്ടിയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ടും എല്ലാവരും അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗൈഡൻസ് എവിടെ നിന്ന് എവിടെ പോയാൽ കിട്ടുന്നു, നമുക്കങ്ങനെ ഒരു സ്ട്രെയിൻ ഇല്ല. ഇവിടെ നിന്ന് അതെല്ലാം ഓരോ സ്റ്റെപ്സായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ അവിടെ പോയി പ്രൊഡക്ഷൻ എടുക്കാനാണെങ്കിലും ഫുൾ സപ്പോർട്ടുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മൈക്രോ, സ്മോൾ സെക്ടറിലുള്ള എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഫെസിലിറ്റിയാണ്. അതിലൊരു കെമിസ്റ്റ്, ഒരു ന്യൂട്രീഷനിസ്റ്റ്, ഒരു പാക്കിംഗ് എക്സ്പെർട്ട്, ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അവരുടെ സംരംഭങ്ങൾക്ക് നിലവിലുള്ള പ്രശ്നങ്ങളെ ഈ ഒരു പാനലിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള കുറവുകൾ പരിഹരിക്കാം. നല്ലൊരു പാക്കിംഗ് മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റ് ഷെൽഫ് ലൈഫ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ തരത്തിലുള്ള നമ്മളുടെ എക്സ്പെർട്ടുകളുടെ സേവനങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുത്താം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം, ഒരു ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്.
ഈ ടെക്നോളജി ട്രാൻസ്ഫർ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമുക്കറിയാം ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ ടെക്നോളജി ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ചില വിജയിച്ച സംരംഭകർ ചെയ്യുന്ന ചില റെസിപ്പീസ് ആവാം, അവർ വിജയിച്ച് കണ്ടെടുത്തിട്ടുള്ളൊരു കൂട്ടുകളാവാം, അല്ലെങ്കിൽ ചില സാങ്കേതിക വിദ്യകളാകാം. ഈ സാങ്കേതിക വിദ്യകൾ ഒരു പ്രാദേശികമായിട്ട് അവർ വിജയകരമായി ചെയ്യുന്ന സാങ്കേതിക വിദ്യകളെ അഗ്രോ പാർക്കിൻ്റെ ഒരു എക്സ്പെർട്ട് പാനൽ അനലൈസ് ചെയ്തതിന് ശേഷം അവർ തയ്യാറാണെങ്കിൽ ആ സാങ്കേതിക വിദ്യകൾ അഗ്രോ പാർക്ക് വഴി മറ്റ് പ്രദേശങ്ങളിലുള്ള സംരംഭകർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ പ്ലാറ്റ്ഫോം. അതുവഴി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെൻഷൻ ചെയ്ത സംരംഭകന്, ഈ ഇൻവെൻഷൻ വാങ്ങുന്ന സംരംഭകന് ഒരു തുക കൊടുക്കണം. അപ്പോൾ അതുവഴി ഈ ഇൻവെൻഷൻ ചെയ്ത ആൾക്കൊരു തുക കിട്ടുന്നു, മറ്റൊരാൾക്കൊരു വിജയിച്ച സംരംഭത്തിൻ്റെ ഭാഗവാക്കായിട്ട് അയാൾക്കും ഒരു ഉൽപ്പാദന പ്രക്രിയയിലേക്ക് മാറാൻ കഴിയുന്നു. അപ്പോൾ ഇത് രണ്ടും അവിടെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇൻവെൻഷൻ ചെയ്ത ആൾക്ക് അയാളിത് മാർക്കറ്റ് ചെയ്തും അയാൾ ഇത് തുടങ്ങിയ സമയത്തുള്ള ക്രൈസിസുകളെല്ലാം കടന്നിട്ടായിരിക്കും അയാൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ സംരംഭകന് ആ വഴികളിലൂടെ ഒന്നും നടക്കേണ്ടി വരുന്നില്ല. അവർക്കൊരു വിജയിച്ച സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ കിട്ടുന്നു, അതിനവരൊരു പണം കൊടുക്കുന്നു. ഇതിനുള്ളൊരു വേദിയാണ് ഈ ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റി ഈ ഇൻക്യുബേഷൻ ഫെസിലിറ്റി നമ്മൾ എൻ്റർപ്രനേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് നിലവിലിപ്പം 128ഓളം ഇൻക്യുബേറ്റേഴ്സ് ഇപ്പം നിലവിലുണ്ട്. ആ ഇൻക്യുബേറ്റേഴ്സ് എല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ അഗ്രോ പാർക്കിൽ വന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പുറത്തു പോയവരുണ്ട്, അത് വലിയ സ്കെയിലപ്പ് ചെയ്തവരുണ്ട്. എനിക്ക് തോന്നണേ നമ്മളുടെ ഈ കാർഷിക ഭക്ഷ്യ സംസ്കരണ അല്ലെങ്കിൽ ചെറുകിട വ്യവസായ മേഖലയിൽ ചെറുകിട സംരംഭങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. അത് ഒരു 5 ലക്ഷത്തിൽ താഴെയുള്ള ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കുക വഴി അവർക്കൊരു ഒരു വലിയ മുന്നോട്ട് പോക്കിനുള്ള ഒരു അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ടെക്നോളജി സ്റ്റാർട്ടപ്പുകളേക്കാൾ വലിയ വേഗത്തിൽ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അഗ്രോ പാർക്കിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം 2016 നവംബറിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. മിസ്സിസ് ക്ലീൻ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിലാണ് ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ബ്രാൻഡ് നെയും കമ്പനി നെയും ഒന്ന് തന്നെയാണ്, മിസ്സിസ് ക്ലീൻ തന്നെയാണ്. അതിലൊരു 8 പ്രോഡക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡിറ്റർജൻറ്റ് പൗഡർ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫാബ്രിക് സ്റ്റിഫ്നർ, ഫിനോയിൽ, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ ഒരു 8 പ്രോഡക്റ്റിൻ്റെ പല ചെറിയ ക്വാണ്ടിറ്റി, ചെറിയ അങ്ങനെ ഐറ്റംസിൽ വെച്ചിട്ട് ഞങ്ങളൊരു 8 പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 വർഷമായി. മറ്റുള്ള ഏജൻസികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഫണ്ട് സ്വീകരിക്കാതെ സ്വന്തം ഫണ്ട് മാത്രം ഉപയോഗിച്ചാണ് അഗ്രോ പാർക്ക് നിലനിൽക്കുന്നത്. തമിഴ്നാട്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെയുള്ള സംരംഭകർ സാങ്കേതിക വിദ്യകൾ വാങ്ങാനും പഠിക്കാനുമായി അഗ്രോ പാർക്കിൽ എത്തുന്നുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷത്തോടെ പറയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഈ പ്രത്യേകിച്ചും കേരളം കടന്ന് ആന്ധ്ര, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സ്റ്റേറ്റുകളിൽ, ഒറീസയിൽ നിന്ന് പോലും നമുക്കിവിടെ ടെക്നോളജി വാങ്ങുന്നതിനും ട്രെയിനിങ് എടുക്കുന്നതിനൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ഒരു 90% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള സംരംഭം തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ ഒരു 50%-ലധികം ആളുകളും ഇപ്പോഴും നിലനിൽക്കുന്നവരാണ്. ഒരു 30%-ലധികം ആളുകൾ സ്കെയിലപ്പ് ചെയ്ത് പോയിട്ടുള്ളവരാണ്.